നമസ്കാരം. ആർദർ ഫിലിംസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നൊരു കുഞ്ഞ് വീഡിയോ കേട്ടോ. ഇന്ന് ഞങ്ങളുടെ കഞ്ഞിയുടെ കറി ഞങ്ങൾ ഉണ്ടാക്കുകയാണ്. കഞ്ഞിക്കറി ഉണ്ടാക്കുകയാണ്. പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു. ഇതുണ്ടോ, ഡിഷൊക്കെ അടുക്കി പെറുക്കി വെച്ചു, കഴുകിയൊക്കെ വെച്ചു. ഇത് മിഷ്യൻ വരെയൊക്കെ നല്ല നീറ്റായിട്ടും വൃത്തിയിലൊക്കെ വെച്ചു. ഇനി ഞങ്ങൾ ഈ അടുപ്പിൽ ഞങ്ങളുടെ കഞ്ഞിയുടെ കറി ഉണ്ടാക്കാൻ പോകാം. വേറൊന്നുമില്ല, ചെറിയൊരു മുട്ട ആംപ്ലേറ്റൊക്കെ ഉണ്ടാക്കി. അത് പൊട്ടിപ്പോയോ? ആ, ബെൽറ്റ് പൊട്ടിപ്പോയി അല്ലേ? അതില്ലപ്പോൾ അത് അവിടെ നമുക്ക് കോർത്താൽ പോരെ. ഓക്കെ, കോർത്തു. ഇങ്ങനെ കേട്ടോ, ഈ ടോർച്ചിൻ്റെ ഇത് ചൈനീസ് ടോർച്ചാണ്. ഈ ടോർച്ച് ഇങ്ങനെ ഇതിൻ്റെ ഈ വള്ളിയുടെ ഈ അറ്റം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ അതതിൻ്റെ കെട്ട് പോയല്ലേ, കെട്ട് പോയി. അതെപ്പോഴും ഇങ്ങനെ പൊട്ടിക്കൊണ്ടിരിക്കും. അത് നമുക്ക് വീട്ടിലെത്തിയിട്ട് നമുക്ക് ക്ലിയർ ആക്കാം. കുത്തിക്കെട്ടിയാൽ മതി, കുത്തിക്കെട്ടാൻ പറ്റും. അപ്പോൾ അത് പോയി കേട്ടോ, അത് നമ്മൾ റെഡിയാക്കണം. അപ്പം നമ്മുടെ വീഡിയോ തുടങ്ങുകയാണ്. എന്താ വെച്ചാൽ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ്. ഒരു ഓംപ്ലേറ്റ് ഉണ്ടാക്കിയിട്ട് വീട്ടിലേക്ക് രാത്രിക്കുള്ള കറി ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകുന്ന ഒരു വീഡിയോ ആണ്. അത് മാത്രമാണ്. ഓക്കെ, അപ്പോൾ തുടർന്നുള്ള ഭാഗങ്ങൾ കാണാം. ആദ്യമായിട്ട് നമ്മൾ ഇവിടെ കുറച്ച് ഒട്ടുപാലുണ്ട്. അപ്പോൾ നമ്മൾ തീ കത്തിക്കാൻ ബെസ്റ്റ് സാധനമാണ്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു കഷ്ണം ഒട്ടുപാൽ എടുത്തു കേട്ടോ. നല്ലൊരു ഒട്ടുപാൽ എടുക്കുകയാണ്. ഒട്ടുപാലാണ് നമ്മൾ തീ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം കുറച്ച് ഒട്ടുപാൽ എടുത്തു. കണ്ടോ, ഒട്ടുപാലെടുത്തു. പിന്നെ ഇവിടെ ചകിരി ഉണ്ട്. പപ്പ കാണിച്ചപ്പാ, ഇതാ ചകിരി. ഈ ചകിരിയിലേക്ക് ഈ ഒട്ടുപാൽ വെച്ച് കത്തിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഇവിടെ അടുപ്പ് കത്തിക്കുന്നത്. ഒട്ടുപാലാകുമ്പോൾ പെട്ടെന്ന് തന്നെ കത്തും. കുറച്ച് താമസമായിപ്പോയി. ഒട്ടുപാൽ പച്ചയായിരുന്നു, അതുകൊണ്ടാണ് കത്താത്തത്. ഓക്കെ, ഉണക്കൊട്ടുപാൽ കൊണ്ടുപോയി. അപ്പോൾ ഇന്നൊക്കെ ടാപ്പ് ചെയ്തതിൻ്റെ ഒട്ടുപാലുള്ള ചകിരി വെക്കുവാണോ? ചകിരിയും വെച്ച് കത്തിച്ചു. ചകിരി പിഴിഞ്ഞെടുക്കുവാണോ? ചകിരി പിഴിഞ്ഞെടുക്കുന്ന അപ്പൻ. ചകിരി പിഴിഞ്ഞെടുക്കുന്നു. ഓക്കെ, അടുപ്പിൽ തീ കത്തുന്നു. ഓക്കെ, ഇനി എന്നാ ആദ്യം വെക്കുന്ന ചായയാണോ? ചായ വെക്കാം. അതാണ്ട് ആ ചായക്കലത്തിൽ വെള്ളമുണ്ട്, അതിൻ്റെ അകത്ത് വെള്ളമുണ്ട്. ചായ വെച്ചതിന് ശേഷം നമുക്ക് ഓംപ്ലേറ്റിൻ്റെ പരിപാടി നോക്കാം അല്ലേ? എന്നാൽ അടുപ്പിലെ മറ്റേ കല്ലെടുത്ത് വെക്കാവോ? അപ്പൻ അടുപ്പിൽ തീ കത്തിച്ചു കേട്ടോ. അടുപ്പിൽ തീ കത്തി. ഇനി ചായക്കുള്ള വെള്ളമാണ് വെക്കുന്നത്. ആദ്യം ആ കല്ലെടുത്ത് അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? ആ കല്ലെടുത്ത് അഡ്ജസ്റ്റ് ചെയ്തോ. കല്ലെടുത്തു, അഡ്ജസ്റ്റ് ചെയ്തു. ഇനി അടുത്തത് അപ്പൻ അതിൻ്റെ അകത്ത് കുറേ വെള്ളമുണ്ടോ? അത്ര തിളച്ച് കിട്ടുകയല്ല പെട്ടെന്ന്. അവിടെ തന്നെ ഒഴിച്ചല്ലേ? ആ, മതി. ഓക്കെ. അപ്പോൾ ഈ ടൈം കൊണ്ട് ഞാൻ കറിക്കുള്ളത് അരിയാം. പപ്പ, അതാ മറ്റേ കല്ല് ശരിയായില്ല. ഇവിടെ മറ്റൊരു തീ കൂട്ടുകയാണ് അപ്പൻ. കൂട്ടിയോപ്പ? കാട്ടിലല്ലേ ഇങ്ങനെ തീ കൂട്ടണം കേട്ടോ. നമ്മൾ എവിടെ പോയാലും കാട്ടിലൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ, അഥവാ നമ്മൾ കിണിഞ്ഞു പോവുകയാണെങ്കിൽ, നമ്മൾ ഒരു മുൻകരുതൽ എന്നാണ് നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു തീപ്പെട്ടിയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. കാരണം അഥവാ കാട്ടിലൊക്കെ നമ്മൾ കിണിഞ്ഞു പോവുകയാണെങ്കിൽ ഇങ്ങനെ ഒരു തീ കൂട്ടുന്ന എപ്പോഴും സേഫ്റ്റി ആയിരിക്കും അല്ലേ പപ്പ? തീ കൂട്ടുന്ന എപ്പോഴും സേഫ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഒരു തീ ഞങ്ങളിവിടെ കൂട്ടിയിട്ടുണ്ട്. ഓക്കെ, തീ പുകഞ്ഞു വരുന്നു കേട്ടോ. തീയുടെ അടുത്തേക്ക് വന്യമൃഗങ്ങളൊന്നും അടുക്കുകയില്ല. പിന്നെ ചാത്താൻ പൂത്താൻ അതൊന്നും നമ്മൾ വിശ്വസിക്കുന്നുമില്ല. ഓക്കെ, അതൊക്കെ മനസ്സിൻ്റെ ഓരോരോ ഇത് മാത്രമാണ്. കാരണം ഞങ്ങൾ ഈ രാത്രി 12 മണിക്കൊക്കെ ടാപ്പിങ്ങിന് ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പോൾ നമുക്ക് ഇതുവരെ ഒന്നും വിശ്വാസമില്ല. ഓക്കെ, ഞങ്ങളിതുവരെ കണ്ടിട്ടില്ല. എന്നാൽ കാട്ടുപന്നീനെയും പാമ്പിനെയും കോപ്പിനെയൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തിളയ്ക്കുന്നു. ഇനി അടുത്തത് നമ്മുടെ മുട്ട ഓംപ്ലേറ്റ് ആക്കുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞ് കറി ഉണ്ടാക്കുകയാണേ, കുഞ്ഞ് കറി. അപ്പോൾ ഇതാണ് മുളക്, ഉള്ളി. അപ്പം ശരിക്കും പറഞ്ഞ ഒരു മുട്ട ഓംപ്ലേറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്കറിയില്ല. അപ്പയുടെ വിരൽ, ക്യാമറയിൽ വിരൽ ആയിരുന്നു. ഓക്കെ, അപ്പം ഒരു ഓംപ്ലേറ്റ് പോലും ആക്കാൻ നമുക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷേ നമുക്കറിയുന്ന രീതിയിൽ നമ്മൾ ആക്കുന്നു. ഓക്കെ, പ്ലേറ്റിനകത്ത് വെച്ചിട്ട് നമ്മൾ മുറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ കട്ട് ചെയ്യാം. അപ്പൻ എല്ലാ സാധനവും ഉണ്ടാക്കും കേട്ടോ, മകനൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് പഠിപ്പിച്ചു തരാണ് എന്നെ.
അപ്പോൾ മുളക് അതിങ്ങനെ വെച്ചു. എനിക്കൊരു കാപ്പി പോലും ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ, കാരണം ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണല്ലോ നമ്മളിതൊക്കെ പഠിക്കുന്നത്. പഠിക്കാനും ഒരു സാഹചര്യം വേണമല്ലോ. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലെ പഠിക്കാനാവുള്ളൂ. അല്ലാതെ അതിനായിട്ട് നമുക്കിപ്പം ഒരു ആംപ്ലേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ക്ലാസ് എടുക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പം പറഞ്ഞത് കേട്ടില്ലേ, ആംപ്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ക്ലാസ് എടുക്കാൻ പറ്റില്ല. സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഓരോന്നും പഠിപ്പിക്കുകയാണല്ലോ അപ്പ. പിന്നെ അപ്പൊ നമ്മള് ഇതരിഞ്ഞു എന്ന് പറഞ്ഞാൽ മുളക് അരിഞ്ഞു അതിനുശേഷം ഉള്ളി അരിയുന്നു. കട്ടി ഇങ്ങനെയൊക്കെ തന്നെയാണോ അപ്പ ഉള്ളി അരിയണ്ടേ? ഉള്ളി പൊളിക്കണം. ആദ്യമായിട്ട് ഉള്ളി പൊളിക്കുക. ഉള്ളി പൊളിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. കുഞ്ഞു പീസുകളായിട്ട് അരിഞ്ഞെടുക്കുക. ഈ മൊത്തം ഉള്ളി വേണോ അപ്പ? പകുതി മതിയാവും അല്ലേ? ഒരു സവാള ഉള്ളി തികച്ചും വേണ്ട ഒരു ആംപ്ലേറ്റ് ആക്കാൻ. അതെയാ? ഒരു സവാള ഉള്ളി കൊണ്ട് ഹോട്ടലുകാരൊക്കെ ഒരു 10,500 ആംപ്ലേറ്റ് ആക്കി കൊടുക്കും. തമാശ പറഞ്ഞ കേട്ടോ, ഒന്ന് വിചാരിക്കരുത്. ഓക്കെ, അപ്പൊ അപ്പം പറയുന്ന പോലെ നമ്മള് അങ്ങനെ ഇതിന്റെ പകുതി എടുത്തു. ഈ പീസ് വേണോ ഏതെങ്കിലും ഒരു പീസ്. അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി വലിപ്പമുള്ള ഈ പീസ് എടുക്കാം. വലിപ്പം ഉണ്ടെങ്കിലും വലിപ്പം ഇല്ലെങ്കിലും നമുക്ക് ഒരെണ്ണം വേണം. അപ്പൊ ഇത് കൈ ശ്രദ്ധിക്കണേ. ഇതൊക്കെ ഞാനിങ്ങനെ ഓരോന്ന് കണ്ടു പഠിച്ചേ, ഇതൊന്നും എന്റെ ഐഡിയയിൽ വന്നതല്ല. ചെറുതായിട്ട് അരിയാവുള്ളൂ. ഉച്ചക്ക് ഉണ്ടാക്കിയതുപോലെ ഉണ്ടാക്കാൻ പാടില്ല. ചെറുതായിട്ട് അരിയണേ. അത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ വരിഞ്ഞ് മുറിക്കണം. കൈ ശ്രദ്ധിക്കണം. അങ്ങനെ ഉള്ളി അരിയാണ്. ഉള്ളി അരിയുമ്പോ കണ്ണ് കരയുന്ന എന്നാത്തിനാ? ഉള്ളിയുടെ കൂടെ പോകാൻ ആളില്ലാത്തോണ്ടാണോ? അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടോ? ഉള്ളി അരിയുമ്പം കരയൂന്നാണ് പറയുന്നത്. കാരണം ഉള്ളി അത്രയും വേദനയുള്ള സാധനമാണ്. ആ വേദനക്കനുസരിച്ചാണ് നമ്മൾ കരയുക. അപ്പന്റെ പുതിയ കണ്ടുപിടുത്തം. ഉള്ളി അരിയുമ്പോ മാത്രമേ എല്ലാരും കരയുള്ളൂ. അപ്പൊ നമുക്ക് ഈ ഉള്ളി വേണ്ടല്ലോ. അപ്പൊ നമ്മുടെ മുട്ട ഇതാണ്. നമ്മുടെ മുട്ടയല്ല, കോഴിമുട്ട. ചിരിപ്പിക്കല്ലോ, അപ്പൊ അവരെന്തായാലും വിചാരിക്കും ജബ്ബാറിന്റെ ഹോട്ടലിൽ കയറിയാ നിനക്ക് മുട്ടയുണ്ടോ ചോദിക്കുന്നവരല്ല. കണക്ക് പറയുമ്പോ നിനക്ക് മുട്ടയുണ്ടോ ചോദിക്കും. നമ്മുടെ മുട്ട എടുത്തെന്നെല്ലാം പറയുമ്പോ അതിനെ പ്രതികരിക്കാൻ പല ആൾക്കാരും നമ്മുടെ മുട്ട. അപ്പൊ 2 കോഴിമുട്ടക്കുള്ള സാധനമാണിത്. ഓക്കെ, അപ്പൊ ഈ കപ്പിലേക്ക് ഇങ്ങോട്ട് കാണിച്ചപ്പാ. കപ്പിലേക്ക് അങ്ങനെ നമ്മുടെ മുട്ടയല്ല, അപ്പം പറഞ്ഞ പോലെ കോഴിമുട്ട. മുട്ട പൊട്ടിക്കാൻ ഹാമർ വേണോ? വേണ്ടി വരും മിക്കവാറും. നമ്മൾ പഠിച്ചു വരുന്നല്ലോ, അപ്പനെ പോലെ എക്സ്പീരിയൻസ് ഉണ്ടാ. മുട്ട. ഓക്കെ, മുട്ടയല്ല മുട്ട, അങ്ങനെയും പറയാം. പൂവെന്നും പുഷ്പമെന്നും പിന്നെ മമ്പൂരിശം പറഞ്ഞ പോലെയും പറയാം. ഇനി ഇത് തികച്ചു വിടുകയാണ്. ഈ അരിഞ്ഞു വെച്ച മുളകും ഉള്ളിയും അങ്ങോട്ട് ഇടുകയാണ് ശരിക്കും. എന്നിട്ട് ഇച്ചിരി ഉപ്പ് വേണം. ഉപ്പ് ജാസ്തിയാകാൻ പാടില്ല. ഉപ്പിട്ടു. ഇനി ഇതൊന്ന് ശരിക്കും ഒന്ന് ഇളക്കി മിക്സ് ആക്കണം. ഇളക്കിയിട്ട് മിക്സ് ആക്കണം. കാണിച്ചേപ്പാ. പ്ലാസ്റ്റിക് കപ്പിലാട്ടോ പരിപാടി. ഓക്കെ, ഇനി ആണ് പരിപാടി. ഇനി അടുത്ത പരിപാടി ഈ ചട്ടി. അത് കഴുകിയതാ. ചട്ടി നമ്മളിപ്പോൾ ഇനി അടുപ്പത്തേക്ക് വെക്കുകയാണ് കേട്ടോ. ചായ വാങ്ങി ഇനി ചട്ടി അടുപ്പത്തേക്ക് വെക്കണം. പപ്പാ, വെളിച്ചെണ്ണ എടുക്കാവോ? ആംപ്ലേറ്റ് ആക്കുന്ന പാത്രമൊന്നും അല്ല അത്. ആംപ്ലേറ്റ് നമുക്കുള്ള പാത്രത്തിലല്ലേ നമുക്ക്. വെളിച്ചെണ്ണ കൊണ്ടുവന്നില്ലെങ്കിൽ ജോറായിരിക്കും. വെളിച്ചെണ്ണ ഇവിടെ ഇല്ലായിരുന്നു, വെളിച്ചെണ്ണ റൂമിലായിരുന്നു, കൊണ്ടുവരാൻ മറന്നുപോയതാണ്. അപ്പം ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നു. തീ പിടിക്കോ വെളിച്ചെണ്ണ? ചട്ടി നല്ല ശരിക്കും പഴുത്തില്ലേ? പഴുത്തു. അതെ, തീ പുറകോട്ട് മാറ്റി. തീ പുറത്ത് നല്ലോണം മാറ്റി. പോരെ? 2 കൊള്ളി എടുത്ത് മാറ്റി. അതിൻ്റെ ഇതാവും. നമ്മുടെ ചട്ട് കണ്ടട്ടെ. ആ തോർത്ത് മൂടി വെച്ചേക്കുന്ന തോർത്ത് വലിച്ചെടുക്കല്ലേ, മറിഞ്ഞു പോകും.
അങ്ങനെ മൊത്തം അത് അങ്ങനെ ആവണമെന്നൊന്നുമില്ല. സെൻറ്ററിൽ മാത്രം അങ്ങനെ നിറയട്ടെ. ഇനി നമ്മൾ മിക്സ് ചെയ്ത് വെച്ച മുട്ട എടുക്കുകയാണ്. അതല്ലേ ആ സെൻറ്ററിൽ മാത്രം ഒഴിക്കട്ടെ. ചട്ടി നേരെ വെക്കണം. ചട്ടി ചെരിഞ്ഞിരുന്നാൽ ഒരു ഭാഗത്തേക്ക് പോകും. അതുകൊണ്ട് അങ്ങനെ തോണ്ടി ഒഴിക്കും. മൊത്തം നല്ല കുറേ ഉണ്ടാവും അങ്ങനെ തോണ്ടി എടുക്കാൻ. ഇതേവട്ടെ. ഇനി ഇതൊന്ന് വട്ടം കറക്കണം. വലിയ വീതിയാക്കരുത്, അന്നേരം അത് എടുക്കാൻ കിട്ടുകയില്ല. പാത്രം അങ്ങനത്തെ അല്ലേ, അത്ര വട്ടത്തിലാക്കണ്ട, അന്നേരം എടുക്കാൻ കിട്ടുകയില്ല. ഇനി ഇതൊന്ന് വേകട്ടെ പപ്പ. തീ കുറച്ചു. അങ്ങനെ മുട്ട ഓംപ്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. വാ, റൗണ്ടിൽ തന്നെ കിട്ടി കേട്ടോ. ഒന്നുകൂടെ ഒന്ന് മറിച്ചിട്ടേക്കാം. വെരി ഗുഡ് ആയി കേട്ടോ, വെരി ഗുഡ് ആയി. അപ്പൊ റൗണ്ടിൽ തന്നെ കിട്ടി മുട്ട. ഓക്കെ, സക്സസ്. അപ്പൊ മുട്ട റൗണ്ടായിട്ട് കിട്ടിയവരൊക്കെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ആദ്യമായിട്ടുള്ള പരിപാടിയാണ് മുട്ട ഇത്ര റൗണ്ടിലൊക്കെ കിട്ടില്ലെങ്കിൽ ഇതിലെ കൂടെ ഒക്കെ വിളിച്ചു. ഓക്കെ, അപ്പൊ ഇത് വാങ്ങാം അല്ലേ പപ്പ? വേവട്ടെ കുറച്ചും കൂടെ. ഇനി വേകണോ? വേവണം, വേവണം, അന്നേരം അതിന് ടേസ്റ്റ് വരുള്ളൂ. ഇതിപ്പോ കരിഞ്ഞിട്ടില്ല, കരിയാനൊന്നും ആയിട്ടില്ല. സൈഡൊക്കെ കരിയും, കനം കുറവല്ലേ സൈഡ്. എന്റെ നടുഭാഗം കനമുള്ള ഭാഗമല്ലേ. വേവട്ടെ. അത് കട്ട് ചെയ്തു. അതുകൂടെ മറിച്ചിട്ടോ വേണമെങ്കിലേ, അവിടെ നല്ലോണം മുളകും ഉള്ളിയൊക്കെ വേവട്ടെ. ഇനി വേവിച്ചാലേ ഉണ്ടാവില്ല. അങ്ങനെ ഞങ്ങളുടെ മുട്ട ഓംപ്ലേറ്റ് ആക്കിയത് ആയി. ഓക്കെ, നേരത്തെ വെച്ച ചായ ഞങ്ങൾ കുടിച്ചു. പപ്പ കുടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കാട് ജീവിതം വീണ്ടും തുടരും.